അഭിമാനകരമായ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. വിഴിഞ്ഞത്ത് പുതുചരിത്രം. ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പായ MSC തുർക്കി പുറംകടലിൽ നങ്കൂരമിട്ടു. കപ്പൽ 4:30 വിഴിഞ്ഞം തുറമുഖത്തെത്തും. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള കപ്പൽ 24,346 കണ്ടെയ്നറുകളുമായാണ് എത്തുന്നത്. കപ്പൽ നാളെ പോർച്ചുഗലിലേക്ക് മടങ്ങും. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഒരു ചരിത്ര നിമിഷമായി തന്നെ കണക്കാക്കുന്നു അല്ലേ? മദർഷിപ്പുകളാണ് ഉള്ളത്. അതിൽ 6 മദർഷിപ്പുകൾ ഏറ്റവും ഫ്യൂച്ചർ മദർഷിപ്പാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. 3:45 തന്നെ പുറംകടലിൽ നങ്കൂരമിട്ട MSC തുർക്കിയാണ് ഇപ്പോൾ. ശബ്ദത്തിൽ സാങ്കേതിക തടസ്സമുണ്ട് അരുൺ. എന്തായാലും വിഴിഞ്ഞത്തെ ഒരു പുതുചരിത്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പായ MSC തുർക്കി പുറംകടലിൽ നങ്കൂരമിട്ടു. കപ്പൽ 4:30 വിഴിഞ്ഞം തുറമുഖത്തെത്തും. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള കപ്പൽ 24,346 കണ്ടെയ്നറുകളുമായാണ് എത്തുന്നത്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, ഇപ്പോൾ കാലങ്ങളിലാണ് ലോകശ്രദ്ധയിൽ ഇടം പിടിച്ച ഒരു അന്താരാഷ്ട്ര തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ടാണ് ഇന്നിപ്പോൾ MSC തുർക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൊളംബോ, ദുബായ് പോലുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ബോട്ടുകൾ അവിടെ മറ്റൊരുമില്ലാതെ ദക്ഷിണേഷ്യയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ MSC തുർക്കി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. ഇത് 2023 MSC തുർക്കി നിർമ്മിതമായത്. ഓക്കെ, എന്തായാലും ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ഈ കപ്പൽ 4:30 കൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുക. അപ്പോൾ കപ്പൽ എത്തുമ്പോൾ അതിന്റെ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. കപ്പൽ നാളെ പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്യും. വിശദാംശങ്ങൾ അരുൺ സോളമൻ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.